നമ്മളിപ്പം കാണും സോഷ്യൽ മീഡിയയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. റീജൻ മെഡ് വേൾഡ്. ഞാൻ ഡോക്ടർ റിനു രാജൻ. ഞാൻ വരുന്ന പത്തനംതിട്ടയിൽ നിന്നാണ്. അപ്പം ഞാനിവിടെ വരാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് മുടിയുടെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. അപ്പം ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു റിസൾട്ടിലോട്ട് വന്നില്ല. മുടി കൊഴിച്ചിൽ ഭയങ്കരമായപ്പോൾ പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നൊരു സൊല്യൂഷൻ മാത്രമായി. അപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കൽ അന്വേഷിച്ചപ്പം നമ്മുടെ നാട്ടിലിപ്പം അനേകം ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിൽ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. കാര്യം അവരൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ളൊരു ക്ലിനിക്കാണ് പറഞ്ഞത്, കൊല്ലത്തുള്ള റീജൻ വേൾഡിനെ കുറിച്ച്. അങ്ങനെയാണ് ഞാൻ റീജൻ വേൾഡിൽ വരികയും ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പം ഞങ്ങൾ അവസാനം ഒരു ഡേറ്റും ഡോക്ടർ ഫിക്സ് ചെയ്ത് എനിക്ക് തന്നു. അതിനുശേഷമാണ് നമ്മളിപ്പം കാണും സോഷ്യൽ മീഡിയയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ഈ വീഡിയോ എനിക്ക് കുറേ പേരെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റീവ്സും ഫ്രണ്ട്സും കുറേ പേര് ഇപ്പോൾ ചെയ്യണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇപ്പോൾ ഇരിക്കുന്ന രീതി ഇരുന്നാൽ പോരെ, അങ്ങനെ പല കാര്യങ്ങളും എന്നോട് പറയുകയോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ കണ്ടു ഓൾറെഡി ഒരാളെ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കണ്ടു. അപ്പം എങ്ങനെയാണ് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ നമുക്ക് പ്രൊസീജിയർ ചെയ്യണോ മാറ്റണം. അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെയല്ല, അതിൻ്റെ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ കറക്റ്റ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഡോക്ടർ ഒരു അഷുറൻസ് തന്നതിൻ്റെ പേരിലാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞ ദിവസം തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞാൻ ഈ വന്നിരിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ്, അതായത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഹെയർ വാഷിന് വന്ന സമയത്താണ്. എൻ്റെ ഫ്രണ്ട് വശത്താണ് കൂടുതലായിട്ട് മുടിയില്ലായിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് വലിയ പെയിൻലെസ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നല്ല പ്രൊഫഷണലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ആയാലും അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വിളിക്കുകയും ഇവിടുന്ന് ക്ലിനിക്കിൽ നിന്ന് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുകയും ഇൻസ്ട്രക്ഷൻസ് തരുകയും അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുകയും ഇവിടുന്ന് വിളിച്ച് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ കാര്യങ്ങൾ മൊത്തം, അതായത് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഒരു ബ്രേക്ക് വേണമെങ്കിൽ അതിനെല്ലാം അവർ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യും. അല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ കംഫർട്ടിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഓവറോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ് ഇതുവരെ ഉള്ളതിൽ. എൻ്റെ റിസൾട്ടിന് ഇനി ഒരു 6 മാസത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതുവരെ ഉള്ള എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഹാപ്പിയാണ്.